ഗോവിന്ദചാമിക്ക് വിയൂർ ജയിലിൽ കനത്ത സുരക്ഷ. CCTV അടക്കം സുരക്ഷാ സന്നാഹങ്ങളുള്ള സെല്ലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് ഗോവിന്ദചാമിയെ വിയൂരിലെ അതിസുരക്ഷാ ജയിലിലെത്തിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജയിലിലെ താഴത്തെ നിലയിൽ 1-ാം നമ്പർ സെല്ലിൽ പാർപ്പിച്ചു. ജീവനക്കാരുടെ മുറിയോട് ചേർന്നാണ് ഈ സെൽ. CCTV അടക്കം കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെയുള്ളത്. ഏകാന്ത തടവിലിടാനായിരുന്നു ആദ്യത്തെ ആലോചനയെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഒരു തടവുകാരനെ കൂടി ഇയാൾക്കൊപ്പം പാർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗോവിന്ദചാമിയെ നിരീക്ഷിച്ച ശേഷം ഏകാന്ത തടങ്കിലാക്കാനാണ് തീരുമാനം. CCTV ക്യാമറകൾ സെല്ലിലുള്ളതിനാൽ മറ്റ് തടവുകാരെ ഒപ്പം പാർപ്പിക്കേണ്ട എന്ന വിലയിരുത്തലുണ്ട്. ഗോവിന്ദചാമിക്ക് സെല്ലിന് പുറത്തിറങ്ങേണ്ട സാഹചര്യമില്ല. ഭക്ഷണം അകത്തേക്ക് എത്തിച്ചു നൽകും. ശുചിമുറി സംവിധാനവും സെല്ലിനകത്തുണ്ട്. സെല്ലിനകത്ത് ഗോവിന്ദചാമി ശാന്തനാണെന്നാണ് വിവരം. അതിനിടെ ജയിൽ ചാടിയ സംഭവം അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ 2-അംഗ സമിതി ഉടൻ അന്വേഷണം തുടങ്ങും. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. ഇവർ ജീവനക്കാരിൽ നിന്നും തടവുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ജയിലിനകത്ത് ലഹരി വസ്തുക്കൾ സുലഭമാണെന്ന ഗോവിന്ദചാമിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഫോൺ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും പണം നൽകിയാൽ എന്തും സാധിക്കുമെന്നും നൽകിയ മൊഴിയിൽ അന്വേഷണം നടത്തും. ജയിൽ ചാടാൻ ഗോവിന്ദചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജയിലിലെ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് TCV.